ഒരു ചെറിയ മംഗലാപുരം വിശേഷം കാണിക്കട്ടെ. വീട്ടിൽ കളിച്ച യക്ഷഗാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കാണിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ നൃത്തം കഥകളിയാണല്ലോ. അതുപോലെ കർണാടകത്തിലെ, പ്രത്യേകിച്ചും കർണാടകത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, അതായത് മംഗലാപുരം, ഉടുപ്പി ആ ഭാഗത്തും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ചില ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള പരമ്പരാഗത നൃത്തരൂപമാണ് യക്ഷഗാനം. കഥകളി പോലെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലാണ് കൂടുതലായും യക്ഷഗാനം അവതരിപ്പിക്കുന്നത്. എന്നാൽ വർഷത്തിലൊരു പ്രാവശ്യം മംഗലാപുരത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു അമ്പലത്തിൽ നിന്നും കുറച്ച് കലാകാരന്മാർ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ഓരോ വീടുകളിലും കയറി ഒരു 5 മിനിറ്റ് യക്ഷഗാനം അവതരിപ്പിക്കും. അതിൻ്റെ ഒരു ചെറിയ ഒരുക്കമാണ് കാണുന്നത്. കൂട്ടത്തിലുള്ള ഒരാൾ കുറച്ച് മുന്നേ വന്ന് എല്ലാം ഒരുക്കി വെക്കുകയാണ്. ഇത് എപ്പോഴാണ് വീട്ടിൽ വരുന്നതെന്നും എന്തൊക്കെ സാധനങ്ങൾ ഒരുക്കി വെക്കണമെന്നതൊക്കെയുള്ളൊരു ലിസ്റ്റ് 2 ദിവസം മുന്നേ കൊണ്ടുതരും. അതനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല. വിളക്ക്, പൂവ്, തേങ്ങ, അരി, വെള്ളം, വെറ്റിലടക്ക, അങ്ങനെ അങ്ങനെ ഇതൊക്കെ റെഡിയായി കഴിയുമ്പോഴേക്കും അവരെത്തി. വേഷത്തിനും മേക്കപ്പിനും വലിയ പങ്കുണ്ട് യക്ഷഗാനത്തിൽ. വർണ്ണാഭമായ മുഖത്തെഴുത്ത്, ആഭരണങ്ങൾ, കിരീടം, കാലുകളിൽ കെട്ടുന്ന ചിലങ്ക, കൈകളിൽ അണിയുന്ന ആഭരണങ്ങൾ എല്ലാം കൂടി നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാരെ വെറുതെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. അവർ കൊണ്ടുവന്ന ദൈവത്തെ നേരത്തെ ഒരുക്കി വെച്ചതിന് ശേഷം പരിപാടി തുടങ്ങും. ഒരു അവതാരകൻ കഥ പാട്ടുപോലെ പാടുന്നു. ഇതിനനുസരിച്ച് വാദ്യക്കാർ വാദ്യങ്ങൾ മുഴക്കുന്നു. നടന്മാർ താളത്തിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്നു. രാമായണം, മഹാഭാരതം എന്നിവയിലെ കഥകളെ അടിസ്ഥാനമാക്കി പാട്ടും നൃത്തവും സംഭാഷണവും ഇടകലർത്തിയാണ് അവതരിപ്പിക്കുന്നത്. മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. കൃഷ്ണന്റെ മുഖത്തെ ദുഃഖഭാവം കണ്ട് രുക്മിണി കാരണം അന്വേഷിക്കുകയാണ്. കൃഷ്ണന്റെയും ബലരാമന്റെയും പെങ്ങളായ സുഭദ്രയുടെ കല്യാണക്കാര്യമാണ് വിഷയം. ബലരാമൻ സുഭദ്രയെ കിരീടാവകാശിയായ ദുര്യോധനന് വിവാഹം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സുഭദ്രയ്ക്ക് അർജുനനോടുള്ള ഇഷ്ടം കൃഷ്ണന് നന്നായിട്ട് അറിയാം. പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എന്ന കൺഫ്യൂഷനിലാണ് കൃഷ്ണൻ. അടുത്ത ഭാഗം ശ്രദ്ധിച്ച് കേട്ടാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ನನ್ನ ಕಿರುನಗೆಯ ರಹಸ್ಯವನ್ನು ಕೇಳುತ್ತಿದ್ದೇನೆ. ಹೌದು, ಕಾರಣ ಉಂಟು. ಏನು? ತಂಗಿ ಸುಭದ್ರನ ಅನ್ನ ಬಲವಂತನು ಕೌರವನಿಗೆ ಒಟ್ಟು ಮದುವೆ ಮಾಡಬೇಕು ಸ್ವಾಮಿ. ಅವನಿಗೆ ಕೊಟ್ಟೆಂದಾದರೆ ಬಾಳು ಹಾಲಂತು. ಹೌದು ಎಂಬುದನ್ನು ಯೋಚಿಸುತ್ತಿರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ತೀರ್ಥಯಾತ್ರೆ ಮುಗಿಸಿ ಬಂದಂತ ಭಾರತ ತನ್ನ ತಂಗಿ ಸುಭದ್ರನ ಕಂಡು ಮನದಾಸನೆ ಹೇಳಿಕೊಂಡವನಿದ್ದ. ಸುಭದ್ರನು ಆತನಿಗೆ ಮದುವೆ ಮಾಡಿಸಿಕೊಡಬೇಕಂತೆ ಒಪ್ಪಿಗೆ ಸೂಚನೆಯನ್ನು ಕೊಟ್ಟವನು ನಾನಿದ್ದೇನೆ. ಆಗೋ ನೋಡಂತೆ ನನ್ನ ನಾವನ ಯತಿಯೊಬ್ಬ ಇದ್ದಾನಲ್ಲ, ಯಾರಾತ ಸ್ವಾಮಿ? ಆತ ಬೇರಾರಲ್ಲ, ನಮ್ಮ ಒಳ್ಳೆಯ ಪಾರ್ಥ. ನಿಮ್ಮ ಭಾವ ಈ ವೇಷ ಧರಿಸುವರೆ ಕಾರಣ ನಿಮ್ಮ ತಂಗಿಯ ವಿವಾಹವೇ? ಹೌದು, ಕಾರಣ ಉಂಟು. ಯತಿಗಳನ್ನು ಕಂಡರೆ ಅಪಾರವಾದಂತ ಗೌರವ ಬಲಭದ್ರನಿಗೆ. ಹೌದು, ಆತನು ನಿಜವಾದ ಸನ್ಯಾಸ ತಿಳಿದು ತಂಗಿ ಸುಭದ್ರನ್ನು ಪಾದ ಪೂಜೆ ಮಾಡಲು ಕಳಿಸುತ್ತಾನೆ. ಮನದಾಸನ್ನು ಹೇಳಿಕೊಂಡಂತ ಪಾರ್ಥ ಕರೆದುಕೊಂಡು ಹೋಗಿ ಮದುವೆಯನ್ನಾಗುತ್ತಾನೆ. ನಾಳೆ ದಿನ ಬಾಸಿಂಗವನ್ನು ಕಟ್ಟಿಕೊಂಡು ಇಬ್ಬಣ್ಣದ ಮೇಲೆ ಕೌರವನು ಇಲ್ಲಿಗೆ ಬರುವಾಗ ಹೆಣ್ಣಿಲ್ಲೆಂಬ ಅವಮಾನ, ಹೆಣ್ಣು ಕೊಡುತ್ತೆ ಅಂತ ಹೇಳಿದಂತ ಬಲಭದ್ರನ ವಚನಭಂಗ, ಇವರಿಬ್ಬರ ನಾಳಿನ ಪರಿಸ್ಥಿತಿ ಹೇಗಿರಬಹುದೆಂಬುದನ್ನು ಮನಸಾರೆ ಯೋಚಿಸುತ್ತಾ ಕಿರುನಗೆಯನ್ನು ಬೀರಿದ ಹೊರತು ಹಣ್ಣಿನ ಕಂಡು ಕಿರುನಗೆಯನ್ನು ಬೀರಿದವನ. ಒಟ್ಟಿನಲ್ಲಿ ನಿಮ್ಮ ಮಾತಿನರ್ಥ ಸುಭದ್ರೆ ಬಾಳು ಬಂಗಾರವಾಗ್ತಂತ ಹೇಳಿದ್ದಾನೆ. ನಿಮ್ಮ ಆಶೆಯಂತೆ ശീഘ്രವಾಗಿ മണയുന്നത് സുഭദ്ര കല്യാണം ನೆರವೇರಿಸುವ. അങ്ങനെ സുഭദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. അവർ കൊണ്ടുവന്ന ദൈവത്തിന് ആരോഗ്യൊഴിഞ്ഞ് പ്രസാദം സ്വീകരിച്ചു.
വീട്ടിൽ വന്ന് യക്ഷഗാനം ആടുന്നതിലൂടെ ദുഷ്ടശക്തികളുടെ നാശം, സന്താനങ്ങളുടെ കല്യാണ ഭാഗ്യം, വീടിൻ്റെ അഭിവൃദ്ധി ഇതിനൊക്കെ വേണ്ടിയാണ് എന്നാണ് വിശ്വാസം. തനു, മന, ധന, അതായത് ശരീരം, മനസ്സ്, സമ്പത്ത് ഇവ തന്ന് ഞങ്ങളോട് സഹകരിക്കണം എന്നൊരഭ്യർത്ഥനയും അവർക്കുണ്ട്. താങ്ക് യു.